അല്ല ഇപ്പൊ നിങ്ങള് എന്തിനാ ഇപ്പൊ കളിച്ചത്? എന്തായാലും പുറത്താവുള്ള ടീം ഞങ്ങളോ? പിന്നെന്താ? ശരി, നിങ്ങൾ ഇനിയിപ്പോ മുംബൈനോട് തോൽക്കും ചെയ്യും, നിങ്ങൾ പുറത്താവും ചെയ്യും. ഞങ്ങൾ തോൽക്കും. ഞങ്ങൾക്ക് ഒറ്റ കളി ജയിച്ചാൽ ഞങ്ങൾ പ്ലേ ഓഫ് ഉറപ്പിച്ചു, അത് തന്നെ ഉറപ്പിക്കും. നിങ്ങളങ്ങനെ ജയിച്ചു പോകുന്നില്ല. എന്താ ജയിച്ചു പോകുന്നില്ല? നിങ്ങൾക്ക് അപ്പൊ ആരല്ലേ? ആരുമില്ല, എല്ലാം കണക്കന്നെ. വരാത്തുള്ളൂ. മതിയല്ലോ, നിങ്ങളെ ബൗളിംഗ് തീർന്ന്. സ്റ്റാർക്കില്ലാന്ന് ബൗളിംഗ് തീർന്ന്. ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്. പിന്നെ മക്കാർക്കില്ലാന്ന് കേട്ടോ. ഞങ്ങൾ കളിപ്പിക്കലില്ലല്ലോ. നിങ്ങൾ അത് പറഞ്ഞാണ് ഞങ്ങൾ തളർത്താൻ നോക്കണ്ട. അതാണ് അത് പറഞ്ഞായിരുന്നു ഓസ്ട്രേലിയയിൽ നിന്ന് ഒരു മക്കാർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് അതിന് പകരക്കാരുള്ളൂ. ഊതി വീർപ്പിച്ച ബലൂണായിരുന്നു. പാവം ആ ഡൂപ്ലസി തന്നെ പിന്നെ ഫുള്ള് ഏറ്റെടുക്കേണ്ടി വന്നു. ഡൂപ്ലസി കളിക്കണില്ലേ? ഡൂപ്ലസി ഉണ്ട്, കരുനായരുണ്ട്, കേരളാവിലുണ്ട്, പോറലുണ്ട്, സ്റ്റെപ്സ് ഉണ്ട്, എല്ലാരും ഉണ്ട്. പോറലും സ്റ്റെപ്സും ഇതുകൊണ്ടൊന്നും ആവൂല. ഞങ്ങൾ ടീം ഏതാ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഞങ്ങളാ 3 ആൾക്കാരുണ്ട്. ഒരു ബാറ്റിംഗ് ഉണ്ട്, സായി സുദർശൻ, പിന്നെ ജോസ് ബട്ട്ലർ പോയിട്ടൊന്നുമില്ല. ബട്ട്ലർ പ്ലേ ഓഫ് ഒക്കെ ആകുമ്പോഴത്തേനും പോവുള്ളൂ. അതിന് പകരം കണ്ടെത്തി ഞങ്ങള് ആളൊക്കെ ഇവിടെ കണ്ടെത്തിയൊക്കെ റെഡിയാണ്. അത് നിങ്ങൾ നോക്കണ്ട, അതൊക്കെ ഞങ്ങൾ സെറ്റാണ്. ബേജാറുണ്ട്. പ്ലേ ഓഫ് എത്താൻ അത്ര പെട്ടെന്നൊന്നും എത്തിക്കില്ല. ഒറ്റ കളി ജയിച്ചാൽ മതി. 3 കളിയിൽ നിന്ന് ഒറ്റ കളി ജയിച്ചാൽ ഞങ്ങൾ എത്തി. ഞങ്ങളെ പോലെ ഉറപ്പുള്ള വേറെ ആരും ഇല്ല. ഇന്ന് റെഡി ആവൂല. ഇന്ന് തന്നെ റെഡിയാവും. നിങ്ങളെന്ന് പറഞ്ഞാൽ ഭയങ്കര ലക്കുള്ള ടീമാട്ടെ. ഏതായാലും അതായത് അന്ന് നിങ്ങള് ആ ഇവരായിട്ട് KKR-നായിട്ട് പൊട്ടണ്ട കളി, KKR SRH-നായിട്ടാന്ന് തോന്നുന്നുണ്ട്, പൊട്ടണ്ട കളി 133 എടുത്തന്ന് മഴ ചെയ്ത് കണ്ട് നിങ്ങൾ കേച്ചിലായി. പിന്നെ ഇവിടെ ഹിമാചലിൽ ആ PB കേസ് 10 ഓവറിൽ 120 അടിച്ച് പറഞ്ഞ് പഞ്ഞിക്കിട്ട് നിൽക്കുമ്പോ ലൈറ്റ് ഓഫ് ആക്കിയാണ്ട് കേച്ചിലാക്കി. അങ്ങനെ കേച്ചിലായി. ഭയങ്കര ഭാഗ്യം. ഞങ്ങളെ ബാധിക്കുന്ന കാര്യമില്ലല്ലോ. അതൊക്കെ നിങ്ങളെ ബാധിക്കുന്ന കാര്യം തന്നെ. നിങ്ങളെ ഭാഗ്യം എന്നുള്ളതാണ്. ക്രിക്കറ്റിലുള്ള സംഭവം മറ്റേ ലൈറ്റ് ഓഫ് ആക്കിയാണ്ട് കളി നിർത്തല്, അത് വേറെ കാര്യമില്ല. ഞങ്ങൾ ടീം അറിഞ്ഞിട്ടേ ഇല്ല. നിങ്ങളുടെ ടീമിന്റെ കാര്യം ഇപ്പൊ ഇന്ന് അതിന് തീരുമാനമാവും. എന്നും ഇങ്ങനെ ഭാഗ്യം ഉണ്ടാവൂല. ഞങ്ങൾ കറക്റ്റ് കളിക്കുന്നുണ്ട്. കേരളാവിലൊക്കെ എന്തോ ഒരു ഫോമാണ്. അതെ അതെ, ഒരു കാര്യമില്ല. ഇപ്പൊ ആകെ പ്രശ്നമുള്ള ഈ ബ്രേക്ക് എടുത്തുകൊണ്ട് തുടങ്ങുമ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഒരു മുൻകൂർ ജാമ്യാണെങ്കിൽ ബ്രേക്കിന്റെ മുമ്പേ നിങ്ങൾ മോശമായി തുടങ്ങിയില്ല. അതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. അതിന്റെ ഒരു തുടർച്ചയാണ് ഇത് ഉണ്ടാവാൻ പോണത്. അമ്മാതിരി പള്ളർച്ച അടിയും കിട്ടുന്നു, ടീം 130 ഓൾ ഔട്ട് ആവുന്നു. ഇതൊക്കെ തന്നെ അതിന്റെ ഒരു സൂചനയായിരുന്നു നിങ്ങൾ കഴിഞ്ഞിക്കണെന്നുള്ളത്. പിന്നെ ഇപ്പോ ഇന്ന് ബ്രേക്ക് എടുത്തോണ്ട് വല്ല മെച്ചം ഉണ്ടാവും എന്ന് വിചാരിച്ചോളൂ നിങ്ങൾ.